റിപ്പോർട്ട് ബ്രേക്കിംഗ്. കണ്ണൂർ പേരാവൂരിൽ സിപിഎമ്മിന്റെ സമരത്തിൽ പങ്കെടുക്കാത്തതിന് ആദിവാസി സ്ത്രീക്ക് തൊഴിലുറപ്പ് ജോലി നിഷേധിച്ചുവെന്ന പരാതി. മുരിങ്ങോടി വനവാസി ഉന്നതിയിലെ ലക്ഷ്മിയാണ് ജോലി സ്ഥലത്തു നിന്നും തിരിച്ചയച്ചത്. സമരത്തിന് പോയി കഴിഞ്ഞാൽ അവർ മാത്രം പണിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അതെ, അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് മേലെ നിർദ്ദേശം കിട്ടിയിരുന്നു? ഇല്ല, ഇവിടെ തൊഴിലാളികൾ എല്ലാവരും കൂടി എടുക്കാം. തൊഴിലാളികൾ ഇത് ഒരു പാർട്ടി രാഷ്ട്രീയപരമായിട്ട് കൊടുക്കുന്ന ഒരു തൊഴിലുറപ്പല്ലല്ലോ, നമ്മൾ മൊത്തത്തിലുള്ള ആൾക്കാർക്ക് വരുന്നില്ലേ? നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുക? അല്ല, അങ്ങനെ അതുകൊണ്ട് എല്ലാരും പറഞ്ഞു. പിന്നെ അങ്ങനെ അതുകൊണ്ട് കുറെ ആൾക്കാർ 42 പണിയേ ഉണ്ടായിട്ടുള്ളൂ. ഇന്നുകൊണ്ട് പണി തരുന്നതാണ്. ഓക്കെ, അപ്പൊ 42 പണി ആയതുകൊണ്ട് ഇന്നലെ തൊഴിലുറപ്പ് സമരത്തിന് വരാത്ത ആൾക്കാരെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ പണി സമരത്തിന് പോയാലേ പണി തരുമെന്ന് പറയുന്നു അല്ലേ? സമരത്തിന് ഇനി വന്നിട്ടില്ല, ഇന്ന് പണി എടുക്കണ്ട അങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പാട് ഞാൻ എന്റെ 3 പണിന്റെ കണക്കും കൊടുത്തു. 3 പണീന്റെ കണക്കല്ലേ? സമരത്തിന് പോകാത്തവര് പോണ്ടെന്നല്ലേ? പണിയെടുക്കണ്ടെന്നല്ലേ? തൊഴിലാളികൾ ചേർന്നെടുത്ത തീരുമാനമെന്നാണ് മേറ്റിന്റെ വിചിത്രമായ വിശദീകരണം. ആ പ്രതികരണം കാണാം. സമരത്തിന് പോയി കഴിഞ്ഞാൽ അവര് മാത്രം പണിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അതെ, അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് മേലെ നിർദ്ദേശം കിട്ടിയിരുന്നു? ഇല്ല, ഇവിടെ തൊഴിലാളികൾ എല്ലാവരും കൂടി എടുക്കാം. അപ്പൊ 49 ആള് എടുത്താൽ നമുക്കിവിടെ പണി എടുക്കാനില്ല. അപ്പൊ 42 ആള് അപ്പൊ ആരും പിന്മാറുന്നില്ല. അപ്പൊ എന്തായാലും പറഞ്ഞ സമരത്തിന് നമുക്ക് പോകുന്നവർക്ക് മാത്രം എടുക്കാവുന്ന രീതിയിലാണ് നമ്മള് മേറ്റുമാരെ അങ്ങനെയല്ല, തൊഴിലാളികൾ എല്ലാവരും അങ്ങനെ തീരുമാനിച്ചാണ്. അവരന്ന് സമരത്തിന് പോകുന്നവർ മാത്രം എന്നാ പണിയെടുക്കട്ടെ എന്ന രീതിയിലാണ്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോൾ 2 പ്രതികരണങ്ങളും കണ്ടു കഴിഞ്ഞു. എല്ലാവരും സമരത്തിൽ പങ്കെടുക്കുന്നു, സമരത്തിൽ പങ്കെടുക്കാത്ത ലക്ഷ്മിക്ക് ജോലി കൊടുക്കേണ്ട എന്ന് കൂട്ടായി തൊഴിലാളികൾ തീരുമാനിക്കുന്നു എന്ന വിശദീകരണമാണ്. ഇതിൽ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ലേ? രാഷ്ട്രീയ നേതൃത്വം ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ലേ? സിപിഎമ്മിന്റെ സമരത്തിൽ പങ്കെടുക്കാത്തതിനാണ് ഒരു ആദിവാസി യുവതിക്ക് ജോലി നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. പാർട്ടി എങ്ങനെ പ്രതികരിക്കുന്നു അഭിജിത്ത്? സ്മൃതി, അവിടെയുള്ള പ്രാദേശിക CPIM നേതാക്കളോട് നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കൂടുതൽ അന്വേഷിച്ച് മറുപടി പറയാം എന്നുള്ള പ്രതികരണമാണ് പ്രാദേശിക CPIM നേതാക്കൾ നൽകിയിട്ടുള്ളത്. ഇന്നലെയാണ് സ്മൃതി സംഭവം ഉണ്ടാകുന്നത്. മുരിങ്ങോടിയിലെ വനവാസി ഉന്നതിയിലാണ് ലക്ഷ്മിയുടെ താമസം. 62-കാരിയാണ്. ഇവർ തൊഴിലുറപ്പ് ജോലിക്കായി എത്തിയപ്പോഴാണ് അവിടെ നിന്ന് നിങ്ങൾ ഇന്ന് തൊഴിലെടുക്കാൻ വരേണ്ടതില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മിയെ അവിടെ നിന്ന് മാറ്റി നിർത്തുന്നത്. നിങ്ങൾ മടങ്ങിപ്പോയിക്കോളൂ എന്നുള്ളതാണ് മേറ്റുൾപ്പെടെയുള്ളവർ ലക്ഷ്മി അറിയിക്കുകയും ചെയ്യുന്നത്. അതിന് പിന്നാലെയാണ് ഈ CPM സമരവുമായി ബന്ധപ്പെട്ടുള്ള കാരണം കൊണ്ടാണ് തന്നെ ഒഴിവാക്കിയത് എന്നുള്ള ആരോപണം ലക്ഷ്മി ഉന്നയിക്കുന്നത്. അതിന് തൊട്ട് തലേ ദിവസമായിരുന്നു CPMന്റെ കേന്ദ്രത്തിനെതിരായ സമരം കണ്ണൂരിലുണ്ടായിരുന്നത്. EP ജയരാജനും കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഈ സമരത്തിലുണ്ടായിരുന്നു. ഈ സമരത്തിൽ പങ്കെടുക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികളോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പ്രായാധിക്യം കാരണമൊക്കെ മറ്റ് ചില കാരണങ്ങൾ കൊണ്ട് ലക്ഷ്മി ഈ ഒരു സമരത്തിൽ പങ്കെടുക്കാൻ എത്തുകയും ചെയ്തിരുന്നില്ല. അതിനാൽ തന്നെ ഈ സമരത്തിൽ ലക്ഷ്മി പങ്കെടുത്തില്ല എന്ന് ചൂണ്ടിക്കാട്ടി തൊഴിലുറപ്പ് ജോലി എടുക്കുന്നതിൽ നിന്ന് ലക്ഷ്മിയെ വിലക്കി എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത്. ലക്ഷ്മി തന്നെ പറയുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുകയും ചെയ്തത്. ജോലിക്ക് എത്തിയ സമയത്താണ് ലക്ഷ്മിയോട് അവിടെ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നതും ലക്ഷ്മി അവിടെ നിന്ന് തിരികെ വീട്ടിലേക്ക് വരുന്നതും. അതിലിപ്പോൾ മേറ്റ് പറയുന്ന ഒരു വിശദീകരണം, ആകെ 47 തൊഴിലാളികൾ അവിടേക്ക് ജോലിക്കെത്തി, 42 പേർക്ക് മാത്രമാണ് ജോലി എടുക്കാനുള്ള അവസരമുള്ളത്. അതിനാൽ കുറച്ചുപേരെ അവിടെ നിന്ന് മാറ്റി നിർത്തുകയാണ് ഉണ്ടായത്. അത് തങ്ങൾ കൂട്ടായി എടുത്തൊരു തീരുമാനമാണ് എന്നുള്ളതാണ് ഇപ്പോൾ മേറ്റ് തന്നെ പറയുന്നത്. അതിൽ മറ്റ് രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ള വിശദീകരണം കൂടി ഇവർ നൽകുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ CPM നേതൃത്വത്തിന്റെ ഒക്കെ ഒരു വിശദീകരണം വരേണ്ടത് അനിവാര്യം കൂടിയാണ്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. ജോലി നിഷേധിക്കപ്പെട്ടത് പ്രായം ആയിരിക്കുന്ന ഒരു സ്ത്രീക്ക് കൂടിയാണ്.